നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും റൂമറുകൾ പ്രചരിക്കും, അതോടൊപ്പം ട്വിസ്റ്റും ടേഡും ഒക്കെ മാർക്കറ്റിൽ സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സാലിബയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ട് എന്ന തരത്തിലൊരു വാർത്ത ഒരു ഭാഗത്ത് പ്രചരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിൽ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം ഗാലറ്റസറായി വിക്ടർ ഒസിംഹന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ആ കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഫബ്രിസിയോക്ക് ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. ഗാലറ്റസറായിലേക്ക് വിക്ടർ ഒസിംഹൻ ഇപ്പം എത്തുന്നത് 40 മില്യൺ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, 40 മില്യൺ യൂറോയുടെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, 35 മില്യൺ യൂറോ 1 ഇയറിൽ കൊടുക്കും, 5 മില്യൺ യൂറോ ആഡ് ഓൺ ബേസ്ഡ് ഓൺ ഗോൾസ്, 10% സെൽ ഓൺ ക്ലോസ് ഓൺ ഫ്യൂച്ചർ പ്രോഫിറ്റ്, ക്ലോസ് ടു അവോയ്ഡ് സെയിൽസ് ടു ഇറ്റാലിയൻ ക്ലബ്സ് നെക്സ്റ്റ് 2 ഇയേഴ്സ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എഡേഴ്സൺ മോറസിൻ്റെ പോക്ക്. എഡേഴ്സൺ മോറസ് ഗാലറ്റസറായിലേക്ക് പോയേക്കും. ഗാലറ്റസറായുമായിട്ട് താരം ചർച്ചകളിലാണ്. ഈ കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പം കാര്യങ്ങളിൽ വ്യക്തമായ വിവരമുണ്ട്. എന്നാൽ ഇതുവരെ ഒഫീഷ്യൽ ബിഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഫബ്രിസിയോ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഗാലറ്റസറായും എഡേഴ്സൺ മോറസും കൂടി പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ ഡിസ്കഷൻസ് പുരോഗമിക്കുന്നുണ്ട്. സ്റ്റിൽ നോ ഒഫീഷ്യൽ ബിഡ്. അതേസമയം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഫെഡറിക്കോ കിയേസയുടേതാണ്. അദ്ദേഹം ഇറ്റലിയിലേക്ക് മടങ്ങാൻ ആണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അദ്ദേഹം ലിവർപൂൾ വിടും. പക്ഷേ കിയേസക്ക് ലിവർപൂൾ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ലിമിറ്റഡ് ഗെയിം ടൈമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ക്ലബ്ബുകളിലേക്ക് മടങ്ങിപ്പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത് സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് കിയേസയുടെ കാര്യത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പം ലിവർപൂളിൻ്റെ പ്രീ സീസൺ ടൂറിനുള്ള സ്ക്വാഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ലൂയിസ് ഡയസ് നോട്ട് പാർട്ട് ഓഫ് ദി സ്ക്വാഡ് ഫോർ ദി ഫ്രണ്ട്ലി ഗെയിം യെസ്റ്റർഡേ ബട്ട് റെഗുലർലി ഇൻക്ലൂഡഡ് ഇൻ സ്ക്വാഡ് ഫോർ പ്രീ സീസൺ ടൂർ എന്ന കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അതായത് ഇപ്പം ലൂയിസ് ഡയസിന് എന്തായാലും പ്രീ സീസൺ ടൂറിനുള്ള സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു. സോ ലൂയിസ് ഡയസിനായിട്ട് ഇപ്പോൾ ബയൺ മ്യൂണിക്ക് രംഗത്തുണ്ട്, ഓഫർ കൊടുക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുമ്പോഴാണ് ഇത് നടക്കുന്നത്. ലിവർപൂളിന് ലൂയിസ് ഡയസിനെ കൈവിടാൻ ഒരു താല്പര്യവുമില്ല. ആൽവരോ മൊറാറ്റ ഇപ്പോൾ കോമോയിലേക്ക് മാറുന്നു. AC മിലാനിൽ നിന്ന് കോമോയിലേക്ക് മാറുന്നു. സോ വിക്ടർ ഒസിമൻ ഗാലറ്റസറായിൽ റീജോയിൻ ചെയ്യുന്നതോടുകൂടി അദ്ദേഹം ഇപ്പോൾ കോമോയിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ട്. സോ ദി കണ്ടീഷൻ ഫോർ ഗല ടു ബ്രേക്ക് മൊറാറ്റ ലോൺ ഡീൽ ആൻഡ് സെൻഡ് ഹിം ബാക്ക് ടു ഇറ്റലി ഈസ് ന്യൂ സ്ട്രൈക്കർ ടു ജോയിൻ ആൻഡ് ഒസിമൻ കറൻ്റ്ലി 1 സ്റ്റെപ്പ് അവേ ഫ്രം ഗല റിട്ടേൺ എന്ന് ആണ് ഇപ്പോൾ ഫബ്രിസിയോയുടെ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഗാലറ്റസറായിലേക്ക് ഒസിമൻ തിരികെ എത്തുന്നു. സോ ആൽവരോ മൊറാറ്റ ഇപ്പോൾ കോമോയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവിടെ തെളിഞ്ഞ് കാണുന്നത്. ഇവാൻ ഫെർഗൂസൻ്റെ കാര്യം, അദ്ദേഹം റോമയിൽ ലാൻഡ് ചെയ്തു. അദ്ദേഹം അവിടെ സൈൻ ചെയ്യുന്നു. പുതിയ റോമ താരമായിട്ട് അദ്ദേഹം മാറുന്നു. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും സോളിൻ്റെ കാര്യമാണ്. അദ്ദേഹം തുർക്കിയിലേക്ക് മൺഡേയിൽ പോകുന്നു. സോ അതായത് ഇന്നത്തെ ദിവസം അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ദെൻ മെഡിക്കലിന് വിധേയനാകും. ഒരു 4 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും ട്രാബ്സോൺസ്പറുമായിട്ട് അദ്ദേഹം ഒപ്പുവെക്കാൻ പോകുന്നത് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ലൂയിസ് സുവാരസിൻ്റെ കാര്യം. ഈ ലൂയിസ് സുവാരസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർ മയാമിയുടെ ലൂയിസ് സുവാരസ് അല്ല, പക്ഷേ ഇപ്പോൾ അൽമെരിയയ്ക്ക് വേണ്ടി കളിക്കുന്ന താരം. അദ്ദേഹം സ്പോർട്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അഗ്രിമെൻറ്റ് ക്ലോസ് ഫോർ ദി സ്ട്രൈക്കർ ടു ജോയിൻ സ്പോർട്ടിംഗ് വിത്ത് ഫൈനൽ ഡീറ്റെയിൽസ് ടു ബി സോർട്ടഡ് ദിസ് വീക്ക് എന്ന് ആണ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അദ്ദേഹം സ്പോർട്ടിംഗ് സിപ്പിയിലേക്ക് പോകുന്നു. അൽമെരിയയിൽ നിന്ന് സ്പോർട്ടിംഗ് സിപ്പിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ റോദ്രിഗോ ഡിബോളിൻ്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല. ഡീൽ ഇപ്പോഴും ഓൺ തന്നെയാണ്. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് ജോയിൻ ചെയ്യും. ആ കാര്യത്തിൽ മറ്റ് സംശയങ്ങൾക്ക് വകയില്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ AS റോമയും വെസ്ലിയും തമ്മിലുള്ള വാർത്ത, അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതും അധികം വൈകാതെ തന്നെ സംഭവിക്കും. 25 മില്യൺ യൂറോ പ്ലസ് ആഡ് ഓൺസ് ആണ് ഈ ഒരു ഡീലിലുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം.
ഫ്ലെമിംഗോക്ക് അദ്ദേഹത്തെ വിടണമെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമാണ്. അതാണ് അവരിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. പിന്നെ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ കാര്യം, റാഷ്ഫോർഡ് ഇപ്പം എന്തായാലും ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.